മക്രോണി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: വല്യുള്ളി, കരിവേപ്പില, തക്കാളി, മക്രോണി വേവിച്ചത്, മുട്ട പൊരിച്ചത്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഫ്രൈ പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചൂടാകുമ്പോൾ ഉള്ളി ഇട്ട് നല്ല വഴറ്റി കൊടുക്കുക. ഉള്ളിയുടെ കൂടെ കരിവേപ്പിലയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇടുന്നത് ഇടാം, പക്ഷെ ഞാൻ ഇതിൽ പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ മക്കൾ ചെറിയ മക്കളുണ്ട്, അവർ കടിക്കൊന്നും പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇടാത്തത്. പിന്നെ അതിലേക്ക് ഉള്ളി വഴന്ന് കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളിയും ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നല്ല പോലെ വഴറ്റിയിട്ട് ഒന്ന് വേവോളം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. പിന്നെ അതിലേക്ക് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന മസാലകൾ എന്തൊക്കെയാണെന്നോ: മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ അധികമൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ. 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ അങ്ങനെ വെച്ചാൽ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഗരം മസാല, പിന്നീട് ഒരല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉള്ളിട്ടപ്പോൾ അല്പം ഉപ്പിട്ടിരുന്നു, അത് പറയാൻ മറന്നു പോയതാണ്. ഉപ്പിട്ട് വേവിച്ചത്. അപ്പോൾ മക്രോണി ഞാൻ വേവിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ട് വെള്ളം തിളച്ചതിലേക്ക് ഞാൻ മക്രോണി ഇട്ട് നല്ല വേവിച്ചെടുത്ത മക്രോണിയാണ്. അപ്പോൾ അതിൽ തന്നെ മക്രോണിയിൽ ഉപ്പുണ്ട്, എല്ലാത്തിലും ഉപ്പുണ്ട്. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിടുക. പിന്നെ മക്രോണി ചേർക്കുമ്പോൾ ഒരല്പം ഓയിൽ ചേർത്താൽ നല്ല വിട്ട് കിട്ടും, അല്ലെങ്കിൽ ഒട്ടി പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ മുട്ട പൊരിച്ച് വെച്ചിരുന്നല്ലോ, വേവിച്ച് വെച്ച മുട്ട ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ച മക്രോണി ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മസാല എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആവുന്ന രീതിയിൽ നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ എഗ്ഗ് മക്രോണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം.